ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്സ്റ്റ് ഏരിയ എന്ന് പറഞ്ഞ ടാഗാണ്. ഈ ടാഗ് യൂസ് ചെയ്ത് മൾട്ടി ലൈൻ ടെക്സ്റ്റ് ഇൻപുട്ട് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സാധാ ഒരു ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? സിംഗിൾ ലൈൻ ടെക്സ്റ്റ് ബോക്സ് മാത്രമേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ യൂസറിന് ജസ്റ്റ് ഒരു സിംഗിൾ ലൈൻ സ്റ്റേറ്റ്മെന്റ്സ് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇൻപുട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ടെക്സ്റ്റ് ഏരിയ എന്ന ടാഗ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു യൂസറിന് പാരഗ്രാഫ് ലെവൽ പോലത്തുള്ള ഡേറ്റാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റർ ചെയ്യാൻ സാധിക്കും. അതാണ് സാധാ ഒരു ഇൻപുട്ട് ടെക്സ്റ്റ് തമ്മിലുള്ള വ്യത്യാസം, ടെക്സ്റ്റ് ഏരിയ ടാഗിൽ തമ്മിലുള്ള വ്യത്യാസം ഇരിക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടിപ്പിൾ ലൈൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻപുട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ റിയൽ വേൾഡ് സിനാരിയോ എടുക്കാൻ നേരത്ത് ഫീഡ്ബാക്ക് ഫോം, ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോം, ചാറ്റ് ആപ്ലിക്കേഷൻ, നമ്മളെ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം നമുക്ക് ചാറ്റ് ചെയ്യുന്ന സ്ഥലത്ത് അവിടെ എന്തായിരിക്കും? ഇൻപുട്ട് ഫീൽഡ് അല്ല കൊടുക്കുന്നത്, പകരം എന്താണ് കൊടുത്തേക്കുന്നത്? ടെക്സ്റ്റ് ഏരിയ. അതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തോനെ ഒരു ലൈൻ പാരഗ്രാഫ് ആണ് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ടെക്സ്റ്റ് ഏരിയ ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ടെക്സ്റ്റ് ഏരിയ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് ടെക്സ്റ്റ് ഏരിയ. ഓക്കെ, ഈ ടെക്സ്റ്റ് ഏരിയക്കകത്ത് മെയിൻ ആയിട്ട് വരുന്ന രണ്ട് ആട്രിബ്യൂട്ട്സ് ആണ്, ഒന്ന് റോസും ഒന്ന് കോളംസും. അപ്പൊ ടെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഒരു കണ്ടെയ്നർ ടാഗ് ആണ്. ഓപ്പണിങ്ങും ഉണ്ട്, ക്ലോസിങ്ങും ഉണ്ട്. ഇൻപുട്ട് ടാഗിന്റെ പ്രത്യേകത എന്താണ്? അതൊരു എം ഡി ടാഗ് ആണ്. ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ, എന്തില്ല? ക്ലോസിംഗ് ഇല്ല. അതാണ് ഡിഫറൻസ്. ടെക്സ്റ്റ് ഏരിയക്കകത്ത് രണ്ട് മെയിൻ ആയിട്ട് വരുന്ന ആട്രിബ്യൂട്ട്സ് ആണ്, ഒന്ന് കോൾസും ഒന്ന് റോസും. റോസ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ലെങ്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇനി അവിടെ 10 കൊടുത്ത് എന്ത് നടക്കും? റോസ് യൂസ് ചെയ്ത് അതിന്റെ ഹൈറ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അത് കണക്ക് കോൾസ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ലെങ്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അത് എനിക്ക് ഒരു സിമ്പിൾ ഉണ്ട്. ഈ സിമ്പിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ റീസൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ഓക്കെ, പിന്നെ വാല്യൂസ് പൊതുവെ കൊടുക്കുന്നത് ഓപ്പണിംഗ് ടാഗിന്റെ ക്ലോസിംഗ് ടാഗിന്റെ ഇടയിലാണെങ്കിൽ ബിറ്റ്വീനിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? വാല്യൂസ് എപ്പോഴും. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ഏരിയക്കകത്തും കുറച്ച് എന്തുണ്ട്? ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ആട്രിബ്യൂട്ട്സ് നോക്കാം. അതിൽ രണ്ട് ആട്രിബ്യൂട്ട്സ് നോക്കി, ഒന്ന് റോസും ഒന്ന് കോൾസും. ഇനി അടുത്ത് നോക്കാൻ പോകുന്ന ആട്രിബ്യൂട്ട് ആണ് പ്ലേസ് ഹോൾഡർ. പ്ലേസ് ഹോൾഡർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഹിന്റ് ചെയ്യാൻ വേണ്ടി. റൈറ്റ് സംതിങ്, ജസ്റ്റ് എന്തെങ്കിലും ഹിന്റ് മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പ്ലേസ് ഹോൾഡർ. ടൈപ്പ് ചെയ്യാൻ നേരത്തെ എന്താവും? മാഞ്ഞു പോവുകയും കൂടി ചെയ്യും. ഓക്കെ, അതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെയിം ആട്രിബ്യൂട്ട് യൂസ് ചെയ്യും. നെയിം ആട്രിബ്യൂട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ജസ്റ്റ് ഒരു പേര് കൊടുക്കാൻ വേണ്ടി, നെയിം കൊടുക്കാൻ വേണ്ടിയാണ് നെയിം ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നെയിം ആട്രിബ്യൂട്ട് യൂസ് ചെയ്ത് നമുക്ക് അതിന്റെ വാല്യൂ ഫെച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. ക്ലിയർ ആയ? പിന്നെ ഇതിൽ നമുക്ക് എന്താ സെറ്റ് ചെയ്യാൻ പറ്റും? മാക്സ് ലെന്ത്, മിൻ ലെന്ത് ഒക്കെ സെറ്റ് ചെയ്യാം. പിന്നെ മാക്സ് ലെന്ത് ഇപ്പം ഞാൻ 3 കൊടുക്കണമെങ്കിൽ എനിക്ക് എന്താ 3 ക്യാരക്ടർ മാത്രമേ ടൈപ്പ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അത് കണക്ക് ഇതിൻ്റെ അകത്തും എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റും റിക്യൂർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരിക്കലും ഈ ഒരു ടെക്സ്റ്റ് ഏരിയ എം ഡി ആവാൻ പാടില്ല. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ അകത്ത് വാല്യൂ മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. അത് കണക്ക് റീഡ് ഓൺലി നമുക്ക് സെറ്റ് ചെയ്യാം. റീഡ് ഓൺലി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് മാത്രമേ എത്തുള്ളൂ? നമുക്ക് റീഡ് ചെയ്യാനേ പറ്റത്തുള്ളൂ. നമുക്ക് വാല്യൂസ് ഒന്നും റൈറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഡിസേബിളും ചെയ്യാം. ഡിസേബിൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡിസേബിൾ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ആ ടാഗ് ഡിസേബിൾ ആയിരിക്കും. വേണമെങ്കിൽ വാല്യൂ ഡിഫാൾട്ടായിട്ട് വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാസ് ചെയ്യാൻ പറ്റും. ഡിഫാൾട്ടായിട്ട് വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാല്യൂ പാസ് ചെയ്യാൻ പറ്റും. വാല്യൂ പാസ് ചെയ്യാൻ ഇതിൻ്റെ അകത്ത് വാല്യൂ ഇങ്ങനെയല്ല പാസ് ചെയ്യണം, പകരം ഇവിടെയാണ് വാല്യൂ പാസ് ചെയ്യുന്നത്. അത് ഓർത്തില്ല. ഓക്കെ, പൊതുവെയുള്ള ആട്രിബ്യൂട്ട്സ് ആണ് നമ്മുടെ ടെക്സ്റ്റ് ഏരിയയിലും വരുന്നത്. ക്ലിയർ ആയ? ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം സെലക്ട് ടാഗ് യൂസ് ചെയ്യാം. അപ്പൊ സെലക്ട് ടാഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡ്രോപ്പ് ഡൗൺ ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഏത് ടാഗ് യൂസ് ചെയ്യണത്? സെലക്ട് ടാഗ് യൂസ് ചെയ്യണം. ഡ്രോപ്പ് ഡൗൺ ബോക്സ് ക്രിയേറ്റ് ചെയ്യാണ് നമ്മൾ സെലക്ട് ടാഗ് യൂസ് ചെയ്യുന്നത്. സെലക്ട് ടാഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് സെലക്ട്. ഓക്കെ, സെലക്ടിന്റെ അകത്ത് ഒരു സപ്പോർട്ടിംഗ് ചൈൽഡ് ഉണ്ട്, അതാണ് ഓപ്ഷൻ. നമ്മുടെ ലിസ്റ്റ് ടാഗിന്റെ അകത്ത് LI ഉള്ളതുപോലെയാണ് സെലക്ട് ടാഗിന്റെ അകത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടാഗാണ് ഓപ്ഷൻ. ഓപ്ഷന്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് ആണ് വാല്യൂ. അപ്പൊ വാല്യൂ കൊടുക്കുന്ന ഡീറ്റെയിൽസ് നമ്മൾ എവിടെയും കൊടുക്കണം? ഡിസ്പ്ലേ ഉള്ള സ്ഥലത്തും കൊടുക്കണം. അപ്പൊ ഇവിടെയാണ് ഡിസ്പ്ലേ കാണിക്കുന്നത്. ഇവിടെ എന്ത് കൊടുക്കും അതായിരിക്കും ബ്രൗസറിലെ ഡിസ്പ്ലേ കാണിക്കുന്നത്. പക്ഷേ ഈ ഡിസ്പ്ലേ കാണിക്കുന്ന ഇത് സെലക്ട് ചെയ്യുമ്പോൾ ശരിക്കും അതിന്റെ വാല്യൂ ഡിസ്പ്ലേ നല്ല വരണം, അമലെന്നായിരിക്കും വരുന്നത്. ഇത് ജസ്റ്റ് ഡിസ്പ്ലേ ഒബ്ജക്റ്റ്. ഇപ്പൊ എനിക്കാണെങ്കിൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ തുടങ്ങി ഇപ്പോൾ ഇവിടെ കൊടുക്കുകയാണ് M എന്ന് കൊടുത്ത്, എന്നിട്ട് എന്ത് ചെയ്യാം? വാല്യൂവിൻ്റെ കൂടെ മെയിൽ എന്ന് പാസ് ചെയ്യാം. അതാണ് അടുത്ത ഓപ്ഷൻ്റെ അകത്ത് F എന്ന് കൊടുത്ത് എനിക്ക് എന്ത് ചെയ്യാം? ഫീമെയിൽ എന്ന് പാസ് ചെയ്യാം.
അപ്പൊ എഫ് ഞെക്കുമ്പോൾ എനിക്ക് എന്ത് വാല്യൂ റിട്ടേൺ ആയിട്ട് വരുന്നത് ഫീമെയിൽ. അപ്പൊ അത് അറിയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു സബ്മിറ്റ് ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഇൻപുട്ട് സൈഡിനകത്ത് ഞാൻ എന്ത് ചെയ്ത് ഒരു സബ്മിറ്റ് ബട്ടൺ ക്രിയേറ്റ് ചെയ്ത് ഓക്കെ മെത്തേഡ് ഗെറ്റ് ആക്കി നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ടാഗിന് ഒരു പേര് കൊടുക്കുക. ഇപ്പൊ നൈം ആട്രിബ്യൂട്ട് യൂസ് ചെയ്ത് ഞാൻ എന്ത് കൊടുക്കുകയാണ്, ഒരു പേര് കൊടുക്കുകയാണ് ജെൻഡർ. ഓക്കെ, ഇനി ഇവിടെ ഞാൻ ഏത് ഓപ്ഷനാണ് സെലക്ട് ചെയ്യണ ക്ലിക്ക് ചെയ്യുക. അപ്പൊ എന്ത് വരും, ഇവിടെ ആ ജെൻഡറിന്റെ വാല്യൂ കാണിക്കും. ഇപ്പൊ ഞാൻ എന്ത് ചെയ്ത് മെയിൽ സെലക്ട് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുകയാണ്. എനിക്കിവിടെ എന്താന്ന് തോന്നുന്നു, മെയിൽ എന്നാണ് വന്നത്. ഇവിടുത്തെ എം എന്നാണ് വന്നത്, അല്ല. അപ്പൊ ഇവിടെ ഈ ഓപ്ഷൻ്റെ അകത്ത് എന്ത് വാല്യൂ ആണോ പാസ് ചെയ്യുന്നത് ആ വാല്യൂ ആയിരിക്കും ശരിക്കും ഇവിടെ പോകുന്നത്, സെർവറിൽ പോകുന്നത്. ഡിസ്പ്ലേ കാണിക്കുന്നതല്ല, സെർവറിൽ പോകണത് ഇതായിരിക്കും. ഏത് വാല്യൂ ആണോ നമ്മൾ കാണിക്കുന്നത് അതായിരിക്കും പോകുന്നത്. ഇപ്പൊ ഞാൻ എഫ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് സെർവറിലോട്ട് പോകുന്ന വാല്യൂ എന്ന് പറയുമ്പോൾ ഇതായിരിക്കും. ഈ ഫീമെയിൽ എന്നുള്ള വാല്യൂ ആണ് പോകുന്നത്, ഫീമെയിൽ. പിന്നെ അവിടെ ഈ വാല്യൂ അമലൊന്നും കൊടുത്ത് ഫീമെയിൽ മാറ്റിന് ഞാൻ അനശ്വരി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എഫ് ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട അനശ്വരി ആയിരിക്കും പോകുന്നത്. അത് കണക്ക് എം ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അമൽ ആയിരിക്കും പോകുന്നത്. ക്ലിയർ ആയ? ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് നേരത്തെ പഠിച്ച കുറച്ച് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഇപ്പൊ എന്ത് ചെയ്യണം, എനിക്കൊരു ചോയ്സ് നമ്മൾ ചില ഡ്രോപ്പ് ഡൗൺ ബോക്സിനകത്ത് കാണിക്കും. ചോയ്സ് അല്ലെങ്കിൽ സെലക്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഡിഫോൾട്ട് ആയിട്ട് ഒരു ഓപ്ഷൻ കാണും. അത് സെറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഒരു ഓപ്ഷൻ ടാഗ് ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ അകത്ത് എന്ത് ചെയ്യണം, വാല്യൂ എടുത്ത് കളയണം. എന്നിട്ട് ഞാൻ പറയാം സെലക്ട് എ ജെൻഡർ. സെലക്ട് എ ജെൻഡർ എന്ന് കൊടുക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ഇത് പഴയതുപോലെ മെയിൽ എന്നും മറ്റേതെന്ന് കൊടുക്കാം ഫീമെയിൽ എന്നും കൊടുക്കാം. ഓക്കെ, എനിക്ക് എന്ത് ചെയ്യണം, ഇത് സെലക്ട് ചെയ്യണം. അപ്പൊ ഇത് എന്ത് ചെയ്യണം, ഡിസേബിൾ ചെയ്ത് വയ്ക്കണം. ഈ ഓപ്ഷൻ പോലെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എഫ് എന്നും എം എന്നും മാത്രമേ വരാവൂ. എന്ത് വരാൻ പാടില്ല, സെലക്ട് എ ജെൻഡർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ വരാൻ പാടില്ല. അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യാനുള്ള, ഫസ്റ്റ് ഡിസേബിൾ എന്ന് കൊടുക്കണം, എന്നിട്ട് സെലക്ടഡ് എന്ന് കൊടുക്കണം, എന്നിട്ട് ഹിഡൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബ്രൗസർ ലോഡ് ആകുമ്പോൾ ഇതേപോലെ ഒരു ലേബിൾ വന്ന് കിടക്കും, ഒരു ഹിന്റ് വന്ന് കിടക്കും. പക്ഷെ ഇത് സെലക്ട് ചെയ്യുമ്പോൾ എന്ത് മാത്രമേ ഓപ്ഷൻ വരത്തുള്ളൂ, ഈ ഒരു മെയിലും ഫീമെയിലും മാത്രമേ വരത്തുള്ളൂ. ഇപ്പൊ ഈ സെലക്ടഡ് എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണോ സെലക്ട് ചെയ്ത് കാണിക്കുക. ഞാൻ ഇപ്പൊ ഈ ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് കാണിക്കണമെങ്കിൽ ഫസ്റ്റ് എന്തായിരിക്കും കാണിക്കുന്നത്, പേജ് ലോഡ് ആകുമ്പോൾ തന്നെ മെയിൽ ആയിരിക്കും സെലക്ട് ചെയ്ത് കാണിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇപ്പൊ ഫീമെയിലിന് അവിടെയാണ് കൊടുക്കുന്നതെങ്കിൽ എന്തായിരിക്കും, അതായിരിക്കും ലോഡ് ആകുമ്പോൾ സമയത്ത് തന്നെ സെലക്ട് ആയി കിടക്കണം. ഓക്കെ, അപ്പൊ ഇതേപോലെ ഒരു ഹിന്റ് കൊടുക്കാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഈ 3 വാല്യൂസ് ഒത്ത് നമുക്ക് യൂസ് ചെയ്യാം. ഒത്ത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേ കണക്കുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുന്നത്. ഇപ്പൊ ഈ 3 വാല്യൂസ് ഞാൻ വെറുതെ കളഞ്ഞെന്ന് വെച്ചോ, കളഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, ഈ സെലക്ട് ജെൻഡർ എന്ന് പറഞ്ഞ സാധനം അതും ഒരു ഓപ്ഷൻ ആയിട്ട് വരും. നമുക്ക് ആ ഓപ്ഷൻ വേണം, നമുക്ക് എന്ത് മാത്രം മതി, മെയിലും ഫീമെയിലും മാത്രം മതി. അപ്പൊ നമ്മൾ ചെയ്യാനുള്ള ഇത്രയാണ് ഡിസേബിൾ സെലക്ടഡ് ഹിഡൻ. ഈ ഓട്ടോ തിരിച്ചു കൊടുത്താലും വർക്കാവും കേട്ടോ, ആ ഓട്ടോ തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ ഡ്രോപ്പ് ഡൗൺ ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് സെലക്ട് ടാഗ്. അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് ആട്രിബ്യൂട്ട് യൂസ് ചെയ്യും. തൽക്കാലം ഇത്രയും ആട്രിബ്യൂട്ട് നോക്കിയാൽ മതി, നൈം, വാല്യൂ, ഡിസേബിൾ, സെലക്ടഡ്, ഹിഡൻ. ഇപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ഒരു സെലക്ട് ടാഗ് യൂസ് ചെയ്യണം. ഡ്രോപ്പ് ഡൗൺ ബോക്സ് നമ്മൾ ഏത് ക്രിയേറ്റ് ചെയ്യണത്, നമ്മളെ HTML പേജിൽ ക്രിയേറ്റ് ചെയ്യുന്നത്.